നമസ്കാരം. എൻ്റെ പേര് ഫിൽസ ഫാത്തിമ. അവരുടെ പ്രതികരണം നമ്മുടെ പ്രതിഫലനം. പ്രിയ DCL കൂട്ടുകാരെ, ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു നഗര കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന ഒരാൾ വേഗത കുറച്ച് വൃദ്ധനോട് ചോദിച്ചു, ഈ നഗരത്തിലെ ആളുകൾ എങ്ങനെയുള്ളവരാണ്? വൃദ്ധൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? കുതിരസവാരിക്കാരൻ പറഞ്ഞു, ഞാൻ ഇതുവരെ താമസിച്ചിരുന്ന നഗരത്തിലെ ജനങ്ങൾ ഒട്ടും മര്യാദയില്ലാത്തവരും സ്നേഹമില്ലാത്തവരുമായിരുന്നു. എനിക്ക് ആ സ്ഥലം മാറണം. കുറെ കൂടി നല്ല മനുഷ്യരോടൊപ്പം ജീവിക്കണം. വൃദ്ധൻ പറഞ്ഞു, സഹോദരൻ, നീ ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ ജനങ്ങൾ അതിനേക്കാൾ മോശവും മര്യാദയില്ലാത്തവരുമാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ഒരു കാളവണ്ടിയിൽ മറ്റൊരാൾ അവിടെ എത്തി. അയാളും ചോദിച്ചു, മുത്തശ്ശ, ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയുണ്ട്? എനിക്ക് താമസിക്കാൻ ഒരിടം വേണം. വൃദ്ധൻ ചോദിച്ചു, നീ വന്ന സ്ഥലം എങ്ങനെയുണ്ടായിരുന്നു? അയാളുടെ കണ്ണു നിറഞ്ഞു. അവർ വളരെ സ്നേഹമുള്ളവരുമായിരുന്നു. എനിക്കവിടം വിട്ടു പോരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ചില സാമ്പത്തിക പ്രതിസന്ധികൾ മൂലമാണ് ഞാൻ പോന്നത്. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ നഗരത്തിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ജനങ്ങൾ അവരെക്കാൾ വളരെ നല്ലവരാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ രണ്ടുപേർക്കും രണ്ടു മറുപടികൾ കൊടുത്തത്? വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും മറ്റുള്ളവർ നിങ്ങൾക്കുമെന്നത്. നിങ്ങൾ മറ്റുള്ളവരെ പറ്റി എപ്പോഴും പരാതിയും കുറ്റവും പറഞ്ഞു നടന്നാൽ എല്ലാവരും നിങ്ങളെ അകറ്റി നിർത്തും. നല്ല സ്വഭാവമുള്ളവരെ എല്ലാവരും ചേർത്തു നിർത്തും. മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ നമ്മുടെ സ്വന്തം പ്രതിഫലനങ്ങളുണ്ട്. തുടർന്ന് പുതിയ അധ്യായ വർഷത്തിൽ നല്ല പെരുമാറ്റം ശ്രദ്ധിച്ച് കേൾക്കുക, ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക, നല്ല ശരീരഭാഷ, മര്യാദ വാക്കുകൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. സ്നേഹാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.